കോൺഗ്രസിൽ മുമ്പൻ തരൂർ പിണറായിയെ തള്ളി കെ ശൈലജ. CPM കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി 2026 മുഖ്യമന്ത്രി ആരാകണമെന്ന സർവേ ഫലം. 28.3% പേർ ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ 15.4% പേർ മാത്രമാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നത്. 17.5% മാത്രം പിന്തുണയുള്ള പിണറായി വിജയനെ പിന്തള്ളി 24.2% പോയിന്റുമായി കെ ശൈലജ മുന്നിലെത്തി. കേരള വോട്ട് വൈബ് സർവേയുടെ ഫലം ശശി തരൂർ എക്സിൽ പങ്കുവച്ചതോടെ ചർച്ചയാവുകയാണ്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചിരികാട്. ശ്രീകാന്ത്, മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിൽ കോൺഗ്രസിൽ മുൻനിരയിൽ ശശി തരൂരിനാണ്. VD സതീശനെ തള്ളിയിരിക്കുകയാണ്. ഒപ്പം കെ ശൈലജ മുഖ്യമന്ത്രി പിണറായി വിജയനെയും തള്ളി മുന്നിലെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് സർവേയിൽ പറയുന്നത്? അരിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കും തോറും ആഞ്ഞു വീശുകയാണ് ശശി തരൂർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരമയോഗ്യൻ എന്ന പേരിലാണ് പുതിയ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ, സർവേയിൽ പങ്കെടുത്ത ആളുകൾ പിന്തുണച്ചിരിക്കുന്നത് ശശി തരൂരിനെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന ചോദ്യത്തിനാണ് ഈ മറുപടി. ഈ സർവേ ഫലം ശശി തരൂർ തന്റെ എക്സ് പോസ്റ്റിൽ പങ്കുവച്ചു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അദ്ദേഹം കൂടുതലൊന്നും എഴുതിയിട്ടില്ല, തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു ഇമോജി ഇട്ടാണ് അദ്ദേഹം അത് പങ്കുവച്ചിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കണക്ക് ഇപ്രകാരമാണ്. കേരള വോട്ട് വൈബ് സർവേ അതിന്റെ കണക്കുകൾ പ്രകാരം 28.3% പേർ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു. VD സതീശനെ 15% പേരാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ശശി തരൂരിന്റെ ആ എക്സ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടുള്ള മർമ്മത്തിനുള്ള അടിയാണ്. അതായത് സംസ്ഥാനത്ത് VD സതീശൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ പല ആളുകൾ മുഖ്യമന്ത്രിയാകാനുള്ള കുപ്പായം തുന്നിയിരിക്കുമ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നെയാണ് എന്ന് പരോക്ഷമായി പറയുകയാണ് ശശി തരൂർ. ശ്രീകാന്ത്, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. തരൂർ തന്നെയാണ് എക്സിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്, ഈ ഒരു സർവേ ഫലം പങ്കുവച്ചിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചർച്ചയാകും, കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വലിയ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. കാരണം അദ്ദേഹം ഇത് പങ്കുവെച്ചതിലൂടെ ചില സന്ദേശങ്ങൾ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം, പക്ഷേ തന്റെ ജനസമ്മതി കോൺഗ്രസ് നേതൃത്വത്തിന് അറിയിക്കുക എന്ന ഉദ്ദേശം കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വേണം കരുതാൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ നയതന്ത്ര സംഘത്തെ നയിച്ചതിന്റെ പേരിൽ തരൂർ പാർട്ടിയിൽ നിന്ന് നേരിട്ട അപമാനം അത് വളരെ വലുതാണ്. പല നേതാക്കളും, രണ്ടാം നിര നേതാക്കൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് രംഗത്ത് വരികയുണ്ടായി. തരൂരിനെ ഇനിയും ചുമക്കണോ എന്ന് ചില ഓൺലൈനുകളിൽ നേതാക്കൾ വാർത്ത വരെ കൊടുപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിനിടയിലാണ് തരൂർ ഇങ്ങനെ പെട്ടെന്ന് ഉദയം ചെയ്തു വരുന്നതും ഈ സർവേയിൽ ഇടം പിടിക്കുന്നതും. VD സതീശനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത VD സതീശനൊക്കെ തരൂരിനേക്കാൾ വളരെ താഴെയാണ് എന്നുള്ളതാണ്. ഇനി അതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ കാര്യമെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയന് 17.5% മാത്രമാണ് പിന്തുണയുള്ളത്. അതേസമയം കെ ശൈലജയ്ക്ക് 24% പിന്തുണ ഉണ്ട് എന്നുള്ളതുമാണ്. അതായത് പിണറായി വിജയനെ കേരളത്തിന് വേണ്ട, അത് LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ കെ ശൈലജ വരട്ടെ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സംഗതി കൊഴുക്കും. CPMനുള്ളിലും ഒരു പോരിന് സാധ്യതയുണ്ട്. കോൺഗ്രസിനുള്ളിൽ ഇതിനോടകമുള്ള പോര് ഒന്നുകൂടി കനക്കാനും സാധ്യതയുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ പോര് ഇനിയും കനക്കാൻ തന്നെയാണ് സാധ്യത. മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള സർവേ ഫലമാണ് കോൺഗ്രസിനൊപ്പം CPMനും വലിയ ചർച്ചയാകുന്നത്, തലവേദനയാകുന്നത്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.